നെന്മാറ പോത്തുണ്ടിയിൽ കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് കൈത്താങ്ങ്. അച്ഛനും അമ്മയും കൊല്ലപ്പെട്ട അഖിലയ്ക്കും അതുല്യയ്ക്കും 1 ലക്ഷം രൂപ നൽകുമെന്ന് HRDS ഇന്ത്യ അറിയിച്ചു. സഹായ വാഗ്ദാനം അറിയിച്ചതിന് പിന്നാലെ അതുല്യയ്ക്കും അഖിലയ്ക്കും അധികൃതർ ചെക്ക് കൈമാറി. ചെന്താമര എന്ന കൊടുംകുറ്റവാളി ഇല്ലാതാക്കിയ സുധാകരന്റെയും സുജാതയുടെയും മക്കളായ അതുല്യയും അഖിലയും ഇന്ന് അനാഥരാണ്. വയോധികയായ മുത്തശ്ശി കൂലിപ്പണിയെടുത്താണ് ജീവിതം മുന്നോട്ടു പോകുന്നത്. അഖിലയ്ക്കും അതുല്യയ്ക്കും 1 ലക്ഷം രൂപ നൽകുമെന്നും ഇതിനു പുറമെ പഠനത്തിനും ചിലവിനുമായി പ്രതിമാസം 10,000 രൂപ നൽകുമെന്നും HRDS വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുകയായിരുന്നു. നെന്മാറ ഇരട്ടക്കൊല കേസിൽ അന്വേഷണ സംഘം ഇന്ന് ആലത്തൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് സുധാകരന്റെ മക്കൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ചെന്താമരയ്ക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾ ആവശ്യപ്പെട്ടു. അച്ഛന്റെയും മുത്തശ്ശിയുടെ മരണത്തോടെ തീർത്തും അനാഥരായി. ജോലി അടക്കമുള്ള വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടില്ല. ചെന്താമര പുറത്തിറങ്ങിയാൽ വീണ്ടും ആക്രമിക്കുമെന്ന് പേടിയുണ്ടെന്നും മക്കൾ പറഞ്ഞു. അയാൾ പുറത്തിറങ്ങിയാൽ എന്താ ചെയ്യാന്നറിയില്ല. ജാമ്യം ലഭിക്കുമോ എന്ന് പേടിയുണ്ട്. അയാൾ ഇറങ്ങിയാൽ ഞങ്ങളിൽ ആരെങ്കിലും അല്ലെങ്കിൽ നാട്ടുകാരുടെ ജീവൻ പോകും. ഇന്ന് അച്ഛനും അമ്മയും അമ്മൂമ്മയും ഇല്ല. ഞങ്ങൾക്കാരുമില്ല. സർക്കാർ ഞങ്ങളെ ഏറ്റെടുക്കണമെന്ന് മക്കൾ പറഞ്ഞു. ചെന്താമര ഏകപ്രതിയായ കേസിൽ പോലീസുകാർ ഉൾപ്പെടെ 133 സാക്ഷികളാണുള്ളത്. 30-ലധികം രേഖകളും ഫോറൻസിക് പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളും കുറ്റപത്രത്തിലുണ്ട്. വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് ജനുവരി 27-നാണ് പോത്തുണ്ടി സ്വദേശിയായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ അയൽവാസിയായ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. സുധാകരന്റെ ഭാര്യ സുജിതയെ 2019-ൽ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ സമയത്താണ് ചെന്താമര ഇരട്ടക്കൊലപാതകം നടത്തിയത്.